ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 6 സെൻറ്റ് പ്ലോട്ടിൽ 26 ലക്ഷം രൂപയ്ക്ക് വളരെ മനോഹരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഈ ഒരു വൈറ്റ് ഹൗസിൻ്റെ വിശേഷങ്ങളാണ്. വീട് വരുന്നത് 1170 സ്ക്വയർ ഫീറ്റിലാണ്. സജീർ റാഷിദ ദമ്പതിമാരുടെ വീടാണിത്. അപ്പം നമുക്ക് വീടിൻ്റെ എലിവേഷൻ ഒന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. വീടിന് മുൻപിലായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാൻ ബോക്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷനിൽ ഭംഗി കൊടുക്കുന്നത് ഈ ഒരു വലിയ വിൻഡോ ആണ്. കൂടാതെ ഫ്രണ്ടിലേക്കായിട്ട് ഷോ വാളും കൂടാതെ പാരപ്പറ്റയ്ക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു GI വർക്കും വീടിന് നല്ലൊരു അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗം സ്റ്റെപ്പിൻ്റെ 2 സൈഡിലായിട്ട് പ്ലാൻ ബോക്സ് വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലാൻ ബോക്സിൽ നിന്നാണ് ഒരു പില്ലർ വന്നിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ പില്ലർ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഫീല് വരുന്നില്ല കേട്ടോ. ഇവിടെ ഓപ്പൺ സിറ്റ് ഔട്ട് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ മൊത്തം വൈറ്റ് അസർവയുടെ 2x4 ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സീലിങ്ങിൽ പ്രൊഫൈലായിട്ട് പ്ലാസ്റ്ററിങ്ങിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലേക്കായിട്ടും പ്ലാൻ ബോക്സ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറ് മഹാഗണി വുഡിൽ വൈറ്റ് തീമിലാണ് വരുന്നത്. സിമ്പിൾ ഡിസൈനാണ്. ഇതിന് വുഡിലും സ്റ്റീലിലും വരുന്ന 2 ഹാൻഡിലാണ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിനെ ചെറുതായി പാർട്ടീഷൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ലിവിങ് ഏരിയയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് 320x225 ആണ്. പിന്നെ വീടിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സെൻറ്റർ പോർഷനിലായിട്ട് ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടീ ടേബിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിലൊരു ഡെക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വാൾ ഫ്രെയിം ഉപയോഗിച്ചാണ്. നല്ല ഭംഗിയുള്ള 3 സീറ്റ് സോഫയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തൊരു ചെറിയ പാർട്ടീഷൻ വന്നിട്ടുണ്ട്. സീലിങ്ങിലായിട്ട് LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് TV യൂണിറ്റ് അറേഞ്ച് ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് താഴെ കല്ലുപയോഗിച്ച് പടുത്തിട്ടുള്ളതാണ്. പിന്നീട് അതിന് മുകൾ ഭാഗത്ത് മാത്രം മൾട്ടിവുഡ് ബോക്സ് അടിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് അതിൽ പെബിൾ സ്റ്റോണും പ്ലാന്റ്സൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കടക്കുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇവിടെ സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെ ഷെൽഫും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഷെൽഫ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്. ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഫുൾ ബോഡി ടൈലിലാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തും ഒരു പാർട്ടീഷൻ വർക്ക് വരുന്നുണ്ട്. ഇത് GIയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത് 495x320 ആണ്. സിമ്പിളായിട്ടുള്ളൊരു ഡൈനിങ് ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വരുന്നത് മിൽക്കി വൈറ്റ് ആണ്. ടേബിളിന് മുകളിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഗ്ലാസ് കിച്ചണിലേക്കുള്ളതാണ് കേട്ടോ. ഫിക്സഡ് ഗ്ലാസ് ആണ്. അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് മൊത്തത്തിൽ സ്ലൈഡിംഗ് ഡോറ് ചെയ്തിട്ടുള്ളതാണ്. ഇത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് ഒരു പാഷ്യോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ കിച്ചൻ്റെ കർട്ടൻ മാറ്റിയിട്ടുള്ള ഒരു വ്യൂ. നമ്മൾ കിച്ചണിൽ ബോർ ചെയ്ത് പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഡൈനിങ്ങിലും ലിവിങ്ങിലൊക്കെ ഉള്ള ആളുകളുമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് സ്റ്റെയറും 2 ബെഡ്റൂമും വന്നിട്ടുള്ളത്. സ്റ്റെയർ ചെയ്തിട്ടുള്ളത് GIയിലും മഹാഗണിയിലുമാണ്. ഈ ഒരു സ്റ്റെയർ ചെയ്യാനായിട്ട് 1,40,000 രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റെയർ കയറി വരുമ്പം ഇവിടെ ലാൻഡിങ്ങിലായിട്ട് ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്പേസ് അയൺ ടേബിളായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വിൻഡോസിലൊക്കെ റോമൻ ഗ്ലിൻസ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പേസ് ആണ് മുകളിലേക്ക് വരുന്നത്.
ഇനി നമുക്ക് സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന വാഷ് ഏരിയ ഒന്ന് നോക്കാം. താഴെ ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഈ വർക്കൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിററാണ്. മിററിന് ബാക്കിലായിട്ട് ലൈറ്റ് വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ബ്ലാക്ക് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിന് താഴെ കോർട്ട്യാർഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനോട് ചേർന്നാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 310x350 ആണ് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ എലിവേഷനിൽ കണ്ടിട്ടുള്ള ഒരു വിൻഡോ വന്നിട്ടുള്ളത്. ഹെഡ് വാളിലായിട്ട് 2 സിംഗിൾ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. സീലിംഗിൽ LED ലൈറ്റ്സ് ആണ്. പിന്നെ ദാ ഈ ഒരു കോർണറിലേക്ക് തന്നെയാണ് ബാത്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാത്റൂം നോക്കാം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 125x180 ആണ്. 2x4 ടൈലാണ് വാളിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ട് അതിനകത്ത് നിന്നാണ് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കുള്ള ഡോറ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഭംഗിക്ക് വേണ്ടിയിട്ടൊരു വാൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഡോറ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് കേട്ടോ. ഇതിന് 2500 രൂപയാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 330x360 ആണ്. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു ബെഡ്റൂമാണ്. സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ദാ ഇവിടെ ഒരു ബേ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഭാഗത്ത് ഫ്ലോറിൽ ചെയ്ത് സെയിം ടൈല് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ട് LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ കടന്നു വരുന്ന ഭാഗത്താണ് വാർഡ്രോബിനുള്ള സ്പേസ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ബാത്റൂം ഡോറ് വരുന്നത്. ഇത് 7200 രൂപയോളം വില വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡോറിന് FRP ആണ്. ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 200x180 ആണ്. ഈ വീടിൻ്റെ ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ വീടിൻ്റെ ഓണർ ചെയ്തിട്ടുണ്ട്. സ്വപ്ന സഞ്ചാരി 3.0 എന്നാണ് ചാനലിൻ്റെ നെയിം കേട്ടോ. വേണ്ടവർക്ക് കാണാം. ഇനി ഇവിടെ ചെയ്തിട്ടുള്ള അടിപൊളി കിച്ചൺ കാണാം. കിച്ചൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലും ആണ്. പിന്നെ ഈ ഒരു ഡോറിനൊക്കെ വൈറ്റിലേക്ക് ബ്ലാക്ക് ലോക്കാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കിച്ചണിലും ആ ഒരു വൈറ്റ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഡൈനിങ്ങിലേക്ക് കാണുന്ന ആ ഒരു ഗ്ലാസിൻ്റെ ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ആ ഒരു ടേബിളാണ്. ഇവിടെ L ഷേപ്പിലാണ് ഈ ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരൊറ്റ കിച്ചണാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വിറകടുപ്പും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിങ്കിന് താഴെ വരുന്ന ഡോറിൽ വേസ്റ്റ് ബിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിങ്കിന് മുകളിലായിട്ട് പാത്രം വെക്കുന്ന സ്റ്റാൻഡാണ് വരുന്നത്. ഈ ഒരു അപ്പർ ക്യാബിനറ്റിനകത്താണ് ഇത് ഫിക്സ് ആക്കിയിട്ടുള്ളത്. G പ്രൊഫൈൽ ബ്ലാക്ക് കളർ ഹാൻഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ അകത്ത് തട്ടടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സെൻറ്റർ പോർഷനിലായിട്ട് ഗ്ലാസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് ഈ ഒരൊറ്റ ലെങ്ത്തിലാണ് കബോർഡ് അടിച്ചിട്ടുള്ളത്. താഴെ L ഷേപ്പിലാണ് വരുന്നത്. പിന്നെ ഇതാ ഇതിനകത്ത് താഴെ ഡ്രോവറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കട്ട്ലറി ബോക്സ്, പിന്നീട് പ്ലേറ്റ് ട്രേ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് റിബൺ വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതാ ക്യൂട്ടായിട്ടുള്ള 2 ഭരണികൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് മിക്സിക്കും മറ്റും പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി ടൈല് ഉപയോഗിച്ചാണ്. ഇത് സ്ക്വയർ ഫീറ്റിന് 200 രൂപയാണ് വില വരുന്നത്. താഴെ കബോർഡ്സ് ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇടയിൽ പ്ലെയിൻ ആയിട്ടും ഇടയിൽ തട്ടും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് വലിയ പാത്രങ്ങൾ വെക്കാനും അതുപോലെ ചെറിയ ബോട്ടിൽസൊക്കെ വെക്കാനും യൂസ്ഫുള്ളാണ്. പിന്നെ ദാ ഈ ഒരു അറ്റത്തേക്കായിട്ടാണ് ഇവിടെ ഗ്യാസ് സ്റ്റൗ കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിൽ LED ലൈറ്റ്സ് ആണ് വരുന്നത്. മുകളിലായിട്ട് ഈ ഒരു സ്റ്റൗവിന് മുകളിലായിട്ട് ഹാങ് ചെയ്യുന്ന ഒരു ട്യൂബും ചെയ്തിട്ടുണ്ട്. ട്യൂബ് പറഞ്ഞാൽ ഗ്ലാസ് സ്റ്റൗ ആണ്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റോർ വാളിന് വേണ്ടിയിട്ടുള്ള സ്പേസ് വന്നിട്ടുണ്ട്. ഇതിൽ കബോർഡ് അടിക്കാനുള്ളതാണ് കേട്ടോ. ഇതിനകത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിലും ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തേക്കാണ് വിറകടുപ്പ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. ചിമ്മിണിക്കകത്തായിട്ട് എക്സോസ് ഫാന് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെ ഈ ഒരു പാർട്ടീഷൻ, ചെറിയൊരു പാർട്ടീഷൻ വന്നിട്ടുണ്ടല്ലോ അടുപ്പ് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിനകത്ത് ഇവിടെ ബോട്ടിൽസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.